ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ അരാക്കൻ സൈന്യമൊക്കെ വളരെ കൃത്യമായി അവിടെ ബംഗ്ലാദേശിൽ വലിയ ഇടപെടൽ നടത്തുകയാണ്. വലിയൊരു പ്രദേശം അവർ കൈപ്പിടിയിലാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ റോഹിംഗ്യൻസിനെയൊക്കെ തുരത്തിപ്പായിച്ച ആളുകളാണ് അരാക്കൻ സൈന്യം എന്ന് പറയുന്നത്. അവരുടെ ഒരു ബംഗ്ലാദേശിലെ ഇടപെടൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നീലിമ, ബംഗ്ലാദേശ് ഇന്ന് അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ എന്ന രാജ്യമല്ല, മറിച്ച് ബർമ്മയുടെ തെക്ക് പ്രദേശത്തുള്ള, തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്തുള്ള റാഖൈൻ പ്രോവിൻസ്, റാഖൈൻ പ്രവിശ്യയിൽ നിന്ന് കടന്നു വരുന്ന ഒരു തീവ്ര വിഭാഗമാണ്. അവർ ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അരാക്കൻ സൈന്യം റാഖൈൻ പ്രൊവിൻസിലെ ഒരു വംശീയ വിഭാഗമാണ് അറാക്കൻ വിഭാഗം. ആ ഒരു ബുദ്ധിസ്റ്റ് മിലീഷ്യ ആ പ്രദേശത്തിൻ്റെ, കേരളത്തിൻ്റെ അത്രയും ഒരുപക്ഷെ ഭൂമി വരും, 36,000 ചതുരശ്ര കിലോമീറ്ററാണ് ഈ അറാക്കൻ സൈന്യം പിടിച്ചെടുത്ത മേഖലകൾ. അതാണ് റാഖൈൻ പ്രൊവിൻസ്. അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 60 ലക്ഷത്തിൽ പരം വരും. ഒരു 30,000-ൽ പരം ഫൈറ്റേഴ്സ് ഉണ്ട്, വേറൊരു 30,000-ൽ പരം ട്രെയിൻഡ് ഗറില്ലാസ് ഉണ്ട്. ഇതൊരു ശക്തമായ ഒരു സൈനിക യൂണിറ്റാണ്. പരമ്പരാഗതമായിട്ട് അവർക്ക് ചൈനയിൽ നിന്നും സഹായം ലഭിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് അറാക്കൻ വിഭാഗം. ഭാരതം അറാക്കൻസിന് ഒരു പ്രത്യേക രാഷ്ട്രം നൽകുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വെച്ച് എനിക്ക് തോന്നുന്നു 1998 ഒരു ചെറിയ സംസാരമുണ്ടായി, ഒരു നെഗോസിയേഷൻ ഉണ്ടായി. അനൗപചാരികമായ സംസാരമാണ് അത്. ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. പിന്നീട് അധികം മുന്നോട്ട് പോയില്ല. ഇന്ത്യ വേണ്ട രീതിയിൽ സഹായിച്ചില്ല എന്ന ഒരു പരിഭവമുണ്ട്. കുറേ അറാക്കൻ സേനയിലെ കുറച്ച് പേർ അന്ന് 98 വധിക്കപ്പെടുകയും ഒരു 137 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏതാനും പേര് ജയിലിലായി, കുറച്ച് പേര് വധിക്കപ്പെട്ടു. അങ്ങനെ ആ പ്രക്ഷോഭം അന്നേരം കെട്ടടങ്ങി. പിന്നീട് വർദ്ധിത വീര്യത്തോടുകൂടി അവർ ആയുധങ്ങൾ പല രൂപത്തിൽ സംഭരിക്കുകയും അവർ ആ പ്രദേശത്ത് നിന്നും മിലിറ്ററി ജുണ്ടായ, ഇപ്പോൾ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമാർ ഭരിക്കുന്ന സൈനിക ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായി ആ മേഖല, റഖൈൻ മേഖല പുറത്തു വരികയും ചെയ്തു. ആ മേഖലയിൽ 90% ബുദ്ധിസ്റ്റാണ്. ആ മേഖലയിൽ തന്നെയാണ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ നല്ല പങ്കും അവിടെയായിരുന്നു സെറ്റിൽ ചെയ്തിരുന്നത്. അവർ ഒറിജിനലി ബംഗ്ലാദേശുകാർ തന്നെയാണ്. അവിടുന്ന് എംപയറിൻ്റെ സമയത്താണ് 100-200 വർഷമായി പല സമയങ്ങളിലായി മ്യാൻമാറിൻ്റെ പല ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ചും റഖൈൻ പ്രൊവിൻസിലേക്ക് കുടിയേറുകയും പിന്നീട് അവിടെ വംശീയ കലാപത്തെ തുടർന്നുകൊണ്ട് വലിയ രീതിയിൽ അവർ അടിച്ചമർത്തപ്പെട്ടു. അവർ ബംഗ്ലാദേശിൻ്റെ സൈന്യവും അതുപോലെ അറാക്കൻ ആർമിയുടെ ഭാഗത്തു നിന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ആക്രമണം നേരിടേണ്ടി വന്നു. ഏതാണ്ട് 7 ലക്ഷത്തോളം പേരാണ് ബംഗ്ലാദേശിലേക്ക് കടന്നത്. വേറൊരു 3 ലക്ഷം പേര് പല രൂപത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ പശ്ചിമ ബംഗാളിലേക്കും പല ഇടങ്ങളിലേക്കും ഈ പറയുന്ന വിഭാഗം റോഹിംഗ്യ മുസ്ലിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ജമ്മു മേഖലയിൽ ഏതാനും പേര് പിടിയിലായത് നമുക്ക് ഈ അടുത്ത കാലത്താണ്. അതുപോലെ ഹിമാചൽ പ്രദേശിൽ പിടിയിലായിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഇതൊക്കെ വളരെ മാറിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിൽ പോലും റോഹിംഗ്യ മുസ്ലിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവർ മറ്റ് മുസ്ലിങ്ങൾ, നമ്മൾ പൊതുവെ ബംഗാളികളെന്ന് പൊതുവെ പറയപ്പെടുന്നതിൽ ചിലരെങ്കിലും റോഹിംഗ്യ മുസ്ലിംസാണ്. ചിലരെല്ലാം അല്ലാത്ത, റോഹിംഗ്യ അല്ലാത്ത ബംഗ്ലാദേശീയ മുസ്ലിങ്ങളാണ്. അവർ പശ്ചിമ ബംഗാളിലേക്ക് കടന്നു വന്ന് പല പല സമയങ്ങളിലായി ഇന്ത്യയുടെ പല ഭാഗത്തായി കടന്നു വരികയാണ്. ശ്രീ RV ബാബു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചല്ല പലപ്പോഴും അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ പോലെയുള്ള ദുർബലമായ അയൽ രാജ്യങ്ങൾ ഭാരതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചല്ല. ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് ഹ്യൂമൻ മൈഗ്രേഷൻ തന്നെയാണ്. അത് അനധികൃതമായ കുടിയേറ്റം തന്നെയാണ് ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്. അതിവിടെ സംഭവിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ആരും പറയില്ല അങ്ങനെ നുഴഞ്ഞ കയറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയില്ല. എന്നാൽ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വന്നാൽ, ബംഗ്ലാദേശിൻ്റെ തെക്ക് കിഴക്കൻ മേഖല, അതിലെ ചെറിയ പ്രദേശമെങ്കിലും ഏതാണ്ട് 271 കിലോമീറ്റർ ദൂരം ആ ഭാഗമാണ്. അതായത് ഈ ചിറ്റഗോങ് പ്രവിശ്യയുടെ തെക്കൻ ഭാഗം, അതാണ് ബർമ്മയുമായി, മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന മേഖല. ആ മേഖലയിലേക്ക് അതിശക്തമായ ആക്രമണമുണ്ടായി അറാക്കൻ സൈന്യത്തിൻ്റെ. ബംഗ്ലാദേശി സേനയ്ക്ക് ഒരു വെടി പോലും പൊട്ടിക്കാനോ അവരെ തടഞ്ഞു നിർത്താനോ കഴിഞ്ഞില്ല.
അതിർത്തി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശ്, മ്യാൻമാർ 271 കിലോമീറ്റർ അതിർത്തി നിയന്ത്രിക്കുന്നത് അരാക്കൻ സൈന്യമാണ്. വെൽ ഓർഗനൈസ്ഡ് സൈന്യമാണത്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. ഇനി ഒന്നുകൂടെ നോക്കൂ, ഇന്ത്യയെ നോക്കി മെപ്പടി കാട്ടുകയാണ്, ഓലപ്പാമ്പ് കാട്ടുകയാണ് ബംഗ്ലാദേശ്. പക്ഷേ ഇന്ത്യക്കൊരു വിശാലമായ പദ്ധതിയുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത് ചിക്കൻ നെക്ക് വഴിയാണ്. അതായത് സിലിഗുരി പാസ് എന്ന് പറയും. നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ പ്രദേശങ്ങൾ ബംഗ്ലാദേശിനെ ചുറ്റി വരിഞ്ഞ് നിൽപ്പുണ്ട്. ഈ ബംഗ്ലാദേശിൻ്റെ മുകളിലൂടെ ബംഗ്ലാദേശിൻ്റെ വടക്കൻ ഭാഗത്തു കൂടി കടന്നു പോകുന്ന ആ ഒരു ലോങ് പാസാണ്. കേവലം 20 കിലോമീറ്റർ മാത്രം ശരാശരി വീതിയുള്ള ആ ഒരു പാസ്, അതായത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ സിലിഗുരി പാസ്, അത് വീതി കൂട്ടാൻ ഭാരതത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. 71 യുദ്ധത്തിൽ ഭാരതത്തിന് നിഷ്പ്രയാസം ആ 20 കിലോമീറ്റർ എന്നത് 40, 60, 80 കിലോമീറ്റർ വീതിയിൽ ഒരു കോറിഡോർ ക്ഷിപ്രസാധ്യമാകുമായിരുന്നു. അവിടെ എക്സസ് പോപ്പുലേഷനെ വിന്യസിച്ചുകൊണ്ട് അതിന് ഡെമോഗ്രാഫിക് ബാലൻസ് പോലും മാറ്റിയെടുക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അത് ഭാരതം നടപ്പാക്കിയില്ല. പക്ഷേ അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അവിടെ ആ പ്രദേശം അസ്ഥിരമാകാൻ ചൈന വിചാരിച്ചാൽ ഒരുപക്ഷെ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഹാസ് എ പ്ലാൻ ബി. ആ പ്ലാൻ ബി എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കാതെ, ബംഗ്ലാദേശിനെ ചുറ്റി പോകാതെ നേരിട്ട് കടൽ മാർഗം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിക്കൻ നെക്ക് ഏതെങ്കിലും കാരണവശാൽ മുറിഞ്ഞു പോവുകയാണെങ്കിൽ, വടക്കൻ പ്രദേശത്തെ റൂട്ട് പോവുകയാണെങ്കിൽ തെക്ക് സമുദ്രത്തിലൂടെ കൽക്കറ്റയെയും മ്യാൻമാറിലെ സിറ്റ്വി എന്ന് പറയുന്ന തുറമുഖത്തേക്ക് കടന്നു ചെല്ലാൻ, കപ്പലിലൂടെ കടന്നു ചെല്ലാൻ ഒരു സമുദ്രപാത ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ സഹായത്തോടു കൂടി റഖൈൻ പ്രവിശ്യയിലെ, അതായത് റോഹിംഗ്യകൾ കടന്നു വന്നിരുന്ന ആ പ്രവിശ്യ, ഇപ്പോൾ അറാക്കൻ ആർമി കൈയടക്കി വെച്ചിരിക്കുന്ന ആ പ്രദേശത്തെ സിറ്റ്വി തുറമുഖം വികസിപ്പിക്കാൻ സഹായം കൊടുത്തത് ഭാരതമാണ്. അത് വെറുതെ വികസിപ്പിക്കുകയല്ല, കൽക്കട്ടയ്ക്കും സിറ്റ്വിക്കും ഇടയ്ക്ക് റെഗുലറായ ഒരു സീ റൂട്ട് തുറക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സിറ്റ്വി എന്ന പ്രദേശവും അതുപോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മിസോറാമും തമ്മിൽ ഒരു കോറിഡോർ വരികയാണ്. ആ കോറിഡോറാണ് ഖലദാൻ കോറിഡോർ. അപ്പോൾ ഖലദാൻ പ്രോജക്റ്റ് എന്നാണ് പറയുക. ഖലദാൻ എന്ന് പറയുന്ന നദി, ആ നദിയിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് പിന്നീട് റോഡ് മാർഗം മിസോറാമിൽ ചരക്കുകൾ എത്തിക്കാനുള്ള, ആളുകളെയും ചരക്കുകളെയും എത്തിക്കാനുള്ള ആ ഒരു പ്ലാനാണ്. അതാണ് സിറ്റ്വി തുറമുഖവും മ്യാൻമാറിനുള്ളിലൂടെയാണ് അത് പോകേണ്ടത്. ആ പ്രദേശത്തെ വളരെ വലിയ തോതിൽ ചൈനീസ് താല്പര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ചൈനക്കാർ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അറാക്കൻസിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബർമയിലെ തീവ്ര വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെയും ഇന്ത്യയുടെ ആ വാണിജ്യ കോറിഡോറിൻ്റെ ആ ബിൽഡിങ്ങിനെതിരെയും വലിയ തോതിലുള്ള സമ്മർദ്ദമാണ്. ഇപ്പോൾ പൂർണ്ണമായും അറാക്കൻസിൻ്റെ നിയന്ത്രണത്തിലേക്ക് ആ ഭാഗം